ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനകത്ത് വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാമത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന താബീൻ ടോക്കൺ. നമ്മൾ ടെലഗ്രാമിൽ ബോട്ടിൽ മൈൻ ചെയ്യുക. ആൾറെഡി ഒരു ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മെറ്റാമാസ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ വെർഷൻ 2 വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെലഗ്രാമിൻ്റെ ട്വിറ്ററിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇത് കമ്പൽസറി ആണെന്ന് തോന്നുന്നില്ല, എങ്കിലും താല്പര്യമുള്ളവർ നിങ്ങൾ ജോയിൻ ചെയ്യുക. തൽക്കാലം ഞാനിത് ജോയിൻ ചെയ്യുന്നില്ല. ഇതിൽ മുൻപോട്ട് എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം നോക്കാം. അതിനുശേഷം വന്ന് കണ്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ മൈൻ ചെയ്തുകൊണ്ട് ജെനെക്സ് നെറ്റ്വർക്കിൽ നമ്മൾ KYC കഴിഞ്ഞ മാസം KYC സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ KYC ഇപ്പോൾ വന്നിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഒരു $1.5 നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് BNB കൊടുത്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് ജെനെക്സ് ടോക്കൺ മേടിച്ച് KYC നമ്മൾ ചെയ്തു. ആൾറെഡി ഇതൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡാണ്. ഒക്ടോബറിൽ ഇവർ വിഡ്രോ തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പോൾ ഇതുപോലെ വെരിഫൈഡ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോയ്ക്ക് വേണ്ടി എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒക്ടോബറിൽ വിഡ്രോ ആകുന്നത്? ആ ടൈമിൽ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഏതെങ്കിലും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് ട്രേഡിംഗ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിടും. പിന്നെ കണ്ട ഒരു അപ്ഡേറ്റാണ് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷൻ നമ്മൾ ആൾറെഡി മൈൻ ചെയ്യും. അതിനുശേഷം ടോക്കൺ വാലറ്റ് ലിങ്ക് ചെയ്തതിന് ശേഷമുള്ള ഒന്നാണ് CTO വന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് ഈ സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 27 ഒരു മാസത്തിനകത്ത് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ട്വിറ്ററിൽ വന്നു. പക്ഷേ അവർ തന്ന ആ സൈറ്റ് കൊടുത്തു കഴിയുമ്പോൾ വിഡ്രോ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത് ഇന്നും ഞാൻ ട്രൈ ചെയ്തു, കഴിഞ്ഞ ദിവസവും ട്രൈ ചെയ്തു, പക്ഷേ വിഡ്രോ നടക്കുന്നില്ല. വിഡ്രോ എപ്പോഴാണ് ആകുന്നത് ആ ഒരു ടൈമിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിടും. അതുപോലെ തന്നെ നമ്മുടെ OpenX വന്നിട്ട് പലർക്കും എനിക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ മൈൻ ചെയ്ത ടോക്കൺസ് ഇവിടെ കാണുന്നില്ല. ഇവിടെയും കറക്റ്റ് അല്ലായിരുന്നു, ഇത് കറക്റ്റ് അല്ല. പക്ഷേ ഇപ്പോൾ വന്നിട്ട് മാക്സിമം എല്ലാവർക്കും ടോക്കൺസ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞിരുന്ന ആ TG വന്നിട്ട് ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ട് 15/10 നേരത്തെ 25/9 പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 15/10 പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോക്കൺസ് ഇവിടെ കാണാൻ ടെസ്റ്റ് നെറ്റിൽ ചേർന്നത്, അതുപോലെ തന്നെ മൈനിങ് ചെയ്തത്, ഇത്രയും കാണാൻ കഴിയും. ഈ കാണുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒന്നും വർക്കിംഗ് അല്ല. ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഒരു വർക്കിംഗ് ആയി കഴിയുമ്പോൾ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യും. ബ്ലൂമിൻ്റെ ഒരു അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസറുകൾ നിങ്ങൾ നോക്കി ഇടുക. അത് കഴിഞ്ഞ് പിന്നെ കണ്ട ഒന്നാണ് നമ്മൾ ടെലഗ്രാമിൽ ബോട്ട് മൈൻ ചെയ്തുകൊണ്ട് സീഡ് മിനി ബോട്ടിൽ വന്നിട്ട് അതിൻ്റെ സ്നാപ്ഷോട്ട് ആൾറെഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ കഴിഞ്ഞ് കാണും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ യൂസർ നെയിമിൻ്റെ കൂടെ ഈ ഒരു ഇത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറിയ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ബാക്കി ഇതിലെങ്ങനെയാണ് വിഡ്രോ കിട്ടുന്നതെന്ന് വരുന്നതനുസരിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിടും. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വിഡ്രോ ആയി തുടങ്ങിയിട്ടുള്ള ഒന്നാണ് ക്യാറ്റ്സിൻ്റെ വന്നിട്ട് വിഡ്രോ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതലേ ഇതിൻ്റെ മിനി ആപ്പ് ഇത് വർക്കിംഗ് ആകാത്തത് കൊണ്ട് ഇതിൽ വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡെയിലിയുള്ള ഒരു അവതാർ എന്ന് പറഞ്ഞാൽ ക്യാറ്റ്സിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടോക്കൺസ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ കഴിയും. നിങ്ങൾ ആൾറെഡി ഒരു ടോൺ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ 24 മണിക്കൂറിനകത്ത് 3 അവസരമുണ്ട്. അതുകഴിഞ്ഞ് എയർ ഡ്രോപ്പ് ഇവിടെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സ്ചേഞ്ചസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ്.io, ബൈബിറ്റ്, KuCoin, ബിറ്റ്ഗെറ്റിൽ വന്നിട്ട് ഒരു 2 ലക്ഷം പേർക്ക് ഫസ്റ്റ് വരുന്നവർക്ക് 30,000 ടോക്കൺസ് എക്സ്ട്രാ കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതും വലിയൊരു സാധ്യത കാണുന്നില്ല. എനിക്ക് 17,000 ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ടെങ്കിലും എൻ്റെ 3 ലക്ഷത്തിൽ താഴെ മേളിലാണ് എൻ്റെ റാങ്ക് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ബിറ്റ്ഗെറ്റിലേക്കാണ് വിഡ്രോ എടുക്കുന്നത്. ബിറ്റ്ഗെറ്റിൽ എനിക്ക് ആൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ സെൻഡ് ഹിയർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡു യു ഹാവ് ആൻ ബിറ്റ്ഗെറ്റ് അക്കൗണ്ട്? യെസ്, ഐ ഹാവ്
എനിക്ക് ബിറ്റ്ഗിറ്റിൽ ആൾറെഡി അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ബിറ്റ്ഗിറ്റിൽ പോയതിന് ശേഷം UID അതുപോലെ തന്നെ ക്യാറ്റ്സിൻ്റെ ഡിപ്പോസിറ്റിംഗ് അഡ്രസ്സ് ഇത് രണ്ടും കോപ്പി ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് നേരെ ബിറ്റ്ഗിറ്റിലേക്ക് പോകാം. ബിറ്റ്ഗിറ്റിലേക്ക് പോയതിന് ശേഷം എങ്ങനെയാണ് ഇത് കോപ്പി ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ച് നിങ്ങൾ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് KYC എല്ലാം കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഒന്നുകൂടെ ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോം ബ്രൗസറിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഒരു APK വെർഷനും ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് KYC ചെയ്യണം, KYC കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങളുടെ ടോക്കൺസ് അല്ല UID ഇവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ അസറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്യാറ്റ്സിൻ്റെ ഡിപ്പോസിറ്റിംഗ് അഡ്രസ്സ് എടുക്കാൻ കഴിയും. ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആഡ് ഫണ്ട് എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ ആണ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മേളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് ക്യാറ്റ്സ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ക്യാറ്റ്സ് വരും. ക്യാറ്റ്സ് വന്നതിന് ശേഷം നിങ്ങളുടെ ടോൺ നെറ്റ്വർക്ക് ആണോ എന്ന് നോക്കുക. ഈ കാണുന്ന ഇത് നിങ്ങളുടെ അഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇതിവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മടങ്ങി എന്ത് ചെയ്യുക, ക്യാറ്റ്സിൻ്റെ ടെലഗ്രാം ബോട്ടിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, UID കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന സെൻഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇത് സെൻഡാകും. അല്പം ഒരു ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഡ്രോയുടെ പ്രോസസ്സ്. അപ്പോൾ ബാക്കി പുതിയ കുറേ അപ്ഡേറ്റുകൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ UR എലിജിബിൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഞാനിപ്പോൾ എലിജിബിളാണ്, ആൾറെഡി എലിജിബിളാണ്. പലരും എലിജിബിൾ ആകാതിരിപ്പുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. വിഡ്രോ യുവർ ക്യാറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ പെൻഡിങ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, അല്പം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. വെയിറ്റ് ചെയ്തിട്ടും ഒന്നും കാണുന്നില്ല. ഇവിടെ പെൻഡിങ് ബിറ്റ്ഗിറ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ബിറ്റ്ഗിറ്റ് എക്സ്ചേഞ്ചിൽ എനിക്ക് വിഡ്രോ കിട്ടും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവർ നിങ്ങൾ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം വരുന്ന അപ്ഡേറ്റ്സുകളെല്ലാം ആദ്യം ഞാൻ ടെലഗ്രാമിലാണ് ഇടുന്നത്. പിന്നീടാണ് ടൈം കിട്ടുന്നതനുസരിച്ച് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.